തിരുവനന്തപുരത്ത് പാളയത്ത് തന്നെയുള്ള യൂണിവേഴ്സിറ്റി കോളേജ് നമുക്കറിയാം SFIയുടെ കിരാത ഭരണത്തിന് കീഴിലാണ് കഴിഞ്ഞ കുറെ കാലമായി. അവിടെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും അനുമതിയില്ല. SFIക്കാണ് യൂണിയൻ, SFI ആണ് മത്സരം. ആരെങ്കിലും മത്സരിച്ചാൽ അവന്റെ കാര്യം കഴിഞ്ഞു. അവിടെ ഒരു ഇടിമുറി ഉണ്ടായിരുന്നു. അതായത് എതിർക്കുന്നവരെ മുഴുവൻ കൊണ്ടുപോയി മുറിയിലിട്ട് ഇടിക്കാൻ പറ്റുന്ന ഇടിമുറി. ഈ ഇടിമുറി തൽക്കാലത്തേക്ക് പൂട്ടിയത് അവിടെ കത്തിക്കുത്ത് നടന്നപ്പോഴാണ്. പിന്നീട് യൂണിയൻ ഓഫീസ് എന്ന പേരിൽ തിരിച്ചു വരുന്നു. ഈ യൂണിയൻ ഓഫീസ് ഇടിമുറിയായി മാറുന്നു. എല്ലാവരെയും അവിടെ ഇടിച്ചിടിക്കും. നമ്മൾ കേൾക്കും ഇടിക്കുന്നത് എതിരാളികളെയാണെന്ന്. അല്ല, അവിടെ എതിരാളികളില്ല. അവിടെ KSUം ASFും ABVP ഒക്കെ പ്രവർത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവിടെ വരുന്നവരൊക്കെ SFI അല്ലാതെ ആരും ആവാൻ പാടില്ല. അവിടെ ഇടികൊള്ളുന്നവരിൽ ഭൂരിഭാഗവും SFIക്കാരാണ്. കാരണം അല്ലാത്തവരില്ല. അല്ലാത്തൊരു മര്യാദയ്ക്ക് ക്ലാസും കഴിഞ്ഞ് പോകത്തേ ഉള്ളൂ. ഇവിടെ നാട്ടിലെ DYFI നേതാവാണ്. ഇവിടെ SFI യൂണിറ്റ് അംഗമാണ്. ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് അനസിനെ ഇവിടുത്തെ SFI നേതൃത്വം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് റാഗിംഗ് നടത്തുന്നത്. അവരെ കൊണ്ട് എന്ത് വൃത്തികേടും കാട്ടും. കുട്ടികൾ ചെയ്തില്ലെങ്കിൽ അവർ ഇടിമുറി കൊണ്ട് ഇടിക്കും. റാഗിംഗ് നിരോധിച്ചിരിക്കുന്ന നാടാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ മുഹമ്മദ് അനസിനോട് ഒരു കൊടിമരത്തിൽ കയറാൻ പറഞ്ഞു. അവന് വയ്യ, ഭിന്നശേഷിക്കാരനാണ്, അവൻ സാധ്യമല്ല എന്ന് പറയുന്നു. ഇതോടെ ഇവൻ നോട്ടപ്പുള്ളിയാവുന്നു. ഇവനെ ഇടിച്ചു. ആദ്യം ഇവൻ അവന്റെ നാട്ടിലെ പാർട്ടി ബന്ധം ഉപയോഗിച്ചു. പാർട്ടിക്കാർ ഇടപെട്ടു. അതുകൊണ്ട് ഇവനെ ഇടിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഇടിയുടെ ശക്തി കുറഞ്ഞുപോയി. പാർട്ടിക്കാർ വിളിച്ച് സ്വാധീനിച്ചത് ഇവരുടെ ഈഗോയെ ഹർട്ട് ചെയ്തു. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് അമൽ ചന്ദ് ആണ്. അദ്ദേഹം അടക്കമുള്ളവരുടെ ഈഗോയെ ഹർട്ട് ചെയ്തു. നാട്ടിൽ പാർട്ടിക്കാരനായിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇതാണ് അവരുടെ വല്ലാതെ ഹർട്ട് ചെയ്തത്. മാത്രമല്ല ഇടിക്കൂട്ടത്തിൽ ഒരാളുടെ പിതാവ് സ്ഥലം SIയുമാണ്. എന്നാലും ഭിന്നശേഷിക്കാരനെ മുഹമ്മദ് അനസിനെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അവന്റെ കാല് ചവിട്ടി ഒടിക്കും എന്ന് പറഞ്ഞിരിക്കും. വയ്യാത്ത കാലിൽ ചവിട്ടിയിരിക്കുന്നു. ഇതാണ് SFIയുടെ കിരാത ഭരണം. അവൻ പരാതി കൊടുത്തിട്ട് ഒന്നും അനങ്ങുന്നില്ല. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്ത് പോലീസ് ഒഴിഞ്ഞു. പക്ഷെ പോലീസ് കോളേജിൽ പോലും വരുന്നില്ല. അവരവിടെ ഉണ്ട്, ഒളിവിലാണെന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇതൊന്നും ഈ ബഹളം കഴിയുമ്പോൾ ആരും അറിയില്ല, തീർന്നു പോകും.